ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന്, എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഇലക്കറികൾ ഒരെണ്ണ അരക്കുന്നു വേണ്ട, താള് വേണ്ട, തകര വേണ്ട. എത്ര നല്ല താളും തകരയും കൂടി കൂട്ടാനും ഉപ്പേരിയും വെച്ചാൽ ചോറ് കഴിക്കണ്ട. പണ്ടൊരു കവി ദാരിദ്ര്യം മൂത്ത് മഹാരാജാവിനെ കാണാൻ പോയി. അപ്പൊ ഒന്നുകിൽ തിരുക്കാഴ്ച വെക്കണം, അതല്ലെങ്കിൽ കവിത കൊടുക്കണം. അതാണ് പണ്ട് നിയമം. എല്ലാ രാജാക്കന്മാരും പണ്ഡിതന്മാരായിരുന്നു. ഇദ്ദേഹം ഒരു ഒറ്റ ശ്ലോകം അനുഷ്ടുപ്പ് വൃത്തത്തിൽ 4-32 അക്ഷരം മാത്രമുള്ള ഒരു ശ്ലോകം എഴുതി. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇതും കൊണ്ട് അവിടെ പോയാൽ വല്ലതും കിട്ടുമോ? കുറച്ച് വലിയൊരു കവിത എഴുതി കൊണ്ടുപോരുതേ. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ആ ശ്ലോകം കൊണ്ടുപോയി കൊണ്ടുകൊടുത്തു മഹാരാജാവിൻ്റെ കയ്യിൽ. മഹാരാജാവ് ചെയ്തത് എന്താച്ചുണ്ടോ, അദ്ദേഹത്തിനെ കുറച്ചു കാലം അവിടെ പാർപ്പിച്ചു. ഇതിനിടയ്ക്ക് ഒന്നാന്തരം ഒരു ഭവനം പണിയിപ്പിച്ചു കൊടുത്തു. 365 പറ നെല്ല് പാട്ടം പിരിയാനുള്ള ഭൂമിയും 365 ഉറുപ്പ്യ ജമ്മിക്കരത്തിനുള്ള ഭൂമിയും നികുതിയില്ലാതെ, നികുതി ഒഴിവായിട്ട് ഇനാം കൊടുത്തു. പോരാ, മരിക്കുന്നത് വരെ 5 കോപ്പ്, 5 ഡഗ്ഗഴി അരിയും അതിനു വേണ്ട വിഭവങ്ങളും 365 ദിവസവും കൊട്ടാരത്തിൽ നിന്ന് അവിടെ എത്തിക്കും. മറ്റൊക്കെ നശിപ്പിച്ചാലും പണിയെടുക്കാൻ പാടില്ല. എന്തായിരുന്നു ആ ശ്ലോകം എന്നോ? ഉപദംശപദേ തിഷ്ഠൻ പുരായം ശിഗ്രുവല്ലവ അദ്യാഹോ ഭോജനസ്യാപിധുരം ഉദ്വോഢും ഈഹതേ. ഉപദംശപദേ തിഷ്ഠൻ അയം ശിഗ്രുവല്ലവ. പുരാ ഉപദംശപദേ തിഷ്ഠ. പണ്ടൊക്കെ ഉപദംശത്തിന്റെ സ്ഥാനത്ത്, കൂട്ടാന്റെ ഉപ്പേരിയുടെ ഒക്കെ സ്ഥാനത്ത് നിന്നിരുന്നതാണ് ഈ ശിഗ്രുവല്ലവം. എന്ത്? തകര. അദ്യ അഹോ ഭോജനസ്യാഭിധുരം ഉദ്വോഢും ഈഹതേ. ഇപ്പൊ അതിന് എന്റെ ചോറിന്റെ സ്ഥാനം കൂടിയും കൈ കയറാനൊരു മോഹം. എന്തിന്? മുരിങ്ങയുടെ അല്ല തകരയ്ക്ക്. രാജാവിന് മനസ്സിലായി ഈ ധ്വനി. ശാപ്പാടിന് അരി വയ്ക്കാനില്ല, ഇല തിന്നിട്ടാണ് ജീവിക്കണേ. ഈ ശ്ലോകത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്ന പാഠം, നിങ്ങളെല്ലാം പഠിക്കേണ്ട പാഠം, അത്ര ഉത്കൃഷ്ടമായ പോഷകാഹാരമാണ് താളും തകരയും കൂടിയതെന്നുള്ളതാണ്. ആരെങ്കിലും താളുപ്പേരിയോ വയ്ക്കണ്ടോ? പഴയ പാട്ട് പാർക്കും നിശ്ചയില്ല. നിശ്ചയുണ്ടെങ്കിൽ അപ്പം ചക്കര തേഞ്ഞപ്പൂള് അണ്ട്യങ്ങ നാരഞ്ഞ താളുപ്പേരി കേട്ടിട്ടുണ്ടാവും വയസ്സായാലെങ്കിലും. ആ താളുപ്പേരി ഇപ്പം ആരൊക്കെ വേണ്ട? ഈ ഭദ്രകാളി ഫ്ലവറാ ഇഷ്ടം ഇലക്കറിക്ക്. എന്താ ചെയ്യാ? വലിയ കഷ്ടാണ്. ആ ചുവന്നുള്ളി വിപരീതം, വെളുത്തുള്ളിയുടെ അത്ര വിപരീതം ഇല്ല കേട്ടോ. ഇനി പഴങ്ങളിലേക്ക് വരെ ഇപ്പോഴത്തെ പരിഷ്കാരമായിട്ടുള്ള മുന്തിരി, ഇതാ കുരുവില്ലാത്ത ചെറിയ പച്ച മുന്തിരി. ഇത് നന്നല്ല, ചീത്തല്ല, അനുകൂലോർജ്ജം വളരെ പരിങ്ങല. അതില്ലേ സ്വന്തം? ആ നോക്കിക്കോളൂ, വലിയ വിലയാ, നന്നല്ല. അതാ ഇതാണ് ദ്രാക്ഷ, സാക്ഷാൽ ഔഷധം. കുരുണ്ട്, എന്താ ഇത് കുരുവില്ലാത്ത വലിയ പച്ചമുന്തിരി. കുരുള്ളതാ? ആ എന്തായാലും വേണ്ടില്ല, പച്ചമുന്തിരി നന്നല്ല. നന്നല്ല എന്ന് പറഞ്ഞാൽ പ്രതികൂലോർജ്ജം കിട്ടുന്ന അർത്ഥമല്ല, ഈ ദ്രാക്ഷയുടെ ഗുണം അത് കിട്ടില്ല. An apple a day keeps the doctor away. എന്ത് ചെയ്യും? നേന്ത്രപ്പഴം, അസറ്, എന്തുകൊണ്ടാ ദേവീദേവന്മാർക്ക് കദളിപ്പഴം നേടിക്കണമെന്ന് മഹർഷിമാർ അരുളി ചെയ്യണതെന്ന് നമുക്ക് നോക്കുക. കദളി കണ്ടോ? ഈ എല്ലാ പഴങ്ങളും കൂടിയാൽ അതിന്റെ വാല് പിടിക്കാൻ പറ്റില്ല. പേരക്കായ ഇത് അസലാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് തിന്ന